ആത്മഹത്യ ചെയ്യുക എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ പേടിയാ. എനിക്ക് ഡിപ്രഷൻ വന്നു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനേകം പേരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് കടത്താനും എന്നെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്യൂരിറ്റിയിലേക്ക്, ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാനും എന്നെ സഹായിക്കുന്നത് ഈ ഒരു സ്പിരിച്വൽ ജേണി തന്നെയാണ്. നമ്മളെ കണ്ടിട്ട് ഇപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് വന്ന ഒരു കൺസൾട്ടന്റ് വന്ന് വേദനകളോട് വന്നിട്ട് മാഡത്തിനെ കാണുന്ന സമയത്ത് മാഡത്തിൻ്റെ കണ്ണുകളിലും മുഖത്തുമുള്ള ആ ഒരു കാന്തിക ശക്തി അല്ലെങ്കിൽ ഒരു ഐശ്വര്യമാണ് അവരെ എപ്പോഴും സന്തോഷവാന്മാരാക്കുന്നത്. തീർച്ചയായും. ജീവിതയാത്ര. ഷാഹിദ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് ഈ പറയുന്ന സ്പിരിച്വൽ തലങ്ങളിലേക്ക് വരുന്നത്? ഓരോ ആൾക്കാർക്കും സ്പിരിച്വൽ തലങ്ങളിലേക്ക് വരുന്നതിന് കൃത്യമായ ഒരു നിയോഗം ഉണ്ടാകും. അത് ശരിക്കും എന്താ പറയുക, പരലോക നിയമങ്ങളിൽ പറയുന്നത് പോലെ സൂപ്പർ പവേഴ്സിന്റെ ഒരു എന്താ പറയുക ഗൈഡൻസ് ആണ് നമ്മൾ എത്തുന്നത്. അപ്പൊ സ്പിരിച്വൽ തലങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ കൺസൾട്ടന്റ്, UAE ബേസ്ഡ് ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പെർസോണയുള്ള ഒരു പ്രൊഫഷണൽ വ്യക്തിത്വമുള്ള ഒരു ഷാഹിദ ഷെയ്ഖ് എങ്ങനെയാണ് ഈ സ്പിരിച്വൽ നിയോഗത്തിലേക്ക് എത്തുന്നത് ഒന്ന് പറയാമോ? വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ജേർണി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. 90s കാലഘട്ടത്തിലാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. ഓക്കെ. എന്റെ പഠനം പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതിനുശേഷമാണ് ഞാൻ പഠിച്ചതൊക്കെ. ആ സമയത്ത് ഒരു ഹൗസ് വൈഫ് ആയിരിക്കുക എന്നുള്ളതാണ്. വളരെ സ്വസ്ഥമായ ജീവിതം, ഹസ്ബൻഡ് മക്കളും ഒക്കെ വളരെ ഹാപ്പി ആയി പോകുന്നു. എന്താണ് സ്പിരിച്വൽ വേ എന്ന് പോലും എനിക്കത് അറിയില്ല കേട്ടോ. 2013 ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ഒരു ആക്സിഡന്റ് സമയത്ത് എനിക്ക് കുറച്ച് ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ വളരെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നി. എനിക്കിനി ജീവിക്കണ്ട, അത്രയും ഒരു വല്ലാത്തൊരു ആക്സിഡന്റ് ആയിരുന്നു എനിക്ക് സംഭവിച്ചത്. എനിക്ക് മുന്നോട്ട് ഇനി പോവാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ എൻ്റെ മനസ്സെന്നോട് സംസാരിക്കുകയായിരുന്നു. വീട്ടിലെത്തിയാൽ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയാൽ ഉടനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കണം, ആത്മഹത്യ ചെയ്യണം. അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. പക്ഷേ കുറെ നാളുകൾ നമ്മൾ അതിനൊരു സാഹചര്യം, കാരണം പേടിയാണല്ലോ, ആത്മഹത്യ ചെയ്യുക എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ പേടിയാ. എനിക്ക് ഡിപ്രഷൻ വന്നു ആ സമയത്ത്. കാരണം നമ്മളിങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരുന്ന ആളുകളാണ്. പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലടച്ചിരിക്കുക എന്ന് വന്നപ്പം ഒരു ഡിപ്രഷൻ വന്നു. ഡിപ്രഷൻ വന്നപ്പോൾ ഒന്നിനോടും താല്പര്യമില്ല, ഒന്നുമില്ല. ആ സമയത്ത് എനിക്ക് ഈ ആത്മഹത്യ എന്നുള്ള ചിന്ത വിട്ടിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കണം എന്ന് തോന്നി. പ്രാർത്ഥിക്കണം, ഏത് നേരവും പ്രാർത്ഥന. അത് സുബഹി നമസ്കാര സമയത്ത് മെഡിറ്റേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ സമയമാണ്. പീസ് ഓഫ് മൈൻഡ് നമുക്ക് തരുന്ന ഒരവസ്ഥയാണ്. ആ ഒരു നമസ്കാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന മെഡിറ്റേഷൻ എന്ന ലെവലിൽ എനിക്ക് അറിയാനും കൂടി പാടില്ലായിരുന്നു. എന്താണ് മെഡിറ്റേഷൻ, എന്താണ് യോഗ, എന്താണ് സ്പിരിച്വൽ, ഒന്നും അറിയില്ല അതേ വന്നത്. ആ സമയത്ത് നമസ്കരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്റെ സോൾ പർപ്പസ് ആണ് എന്നെ കണക്ട് ചെയ്യിച്ചത്. അതിലൂടെ ഞാൻ ആ സ്പിരിച്വൽ വേയിലേക്ക് വന്നു. നമസ്കാരത്തിലൂടെ മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ കാരണം കുറെ ബുക്സ് ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ബുക്സിലൂടെയൊക്കെ കണക്ട് ചെയ്ത് വന്നു. എന്റെ ഹസ്ബൻഡ്, എന്റെ മക്കളെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ സ്പിരിച്വൽ ജേർണിയിലേക്ക് എത്തുന്നത്. ഇന്ന് താങ്ക് ഗോഡ്, താങ്ക്സ് ടു അല്ലാഹ്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനേകം പേരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് കടത്താനും എന്നെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്യൂരിറ്റിയിലേക്ക്, ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാനും എന്നെ സഹായിക്കുന്നത് ഈ ഒരു സ്പിരിച്വൽ ജേർണി തന്നെയാണ്. ഈ നോർമൽ ലൈഫിൽ നിന്ന് നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ തേടി വരുന്നത്. സൈക്കിക് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറഞ്ഞു വെക്കാം. കറക്റ്റ്. സൈക്കിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അങ്ങനെയാണ്. നോ ബോൺ, എന്താ പറയാ, നോ ബ്രോക്കൺ ബോൺ തിയറി ഉണ്ട്. അതായത് നമ്മൾ ഈ ആക്സിഡന്റ് ആകപ്പെടുന്ന സമയങ്ങളിൽ ഒരു ആത്മീയ സംരക്ഷണം ഇല്ലായ്മയാണ്. അപ്പൊ സ്പിരിച്വൽ തലങ്ങളിലേക്ക് വരുന്ന സമയത്ത് പൂർവാധികം ഭംഗിയായിട്ട് നമുക്കൊരു ആത്മീയ സംരക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണപ്പെട്ട ആൾക്കാര് സൂയിസൈഡ് ചെയ്യണം എന്നൊരു ടെൻഡൻസി വരുന്നത്. കറക്റ്റ്. സ്പിരിച്വൽ തലങ്ങളിൽ വരുമ്പോൾ ഒരിക്കലും അങ്ങനെ തോട്ട് വരില്ല. അപ്പൊ ഇപ്പൊ നമുക്കത് റിഗ്രറ്റ് തോന്നും. തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ക്രൂഷ്യലായ ഫസ്റ്റ് റെള്ളത്തിൽ ഞാൻ പോയി കിടക്കും. ഉറപ്പല്ലേ? എത്രയോ വർഷം എടുക്കണം എനിക്ക് അതിനു വേണ്ടിയിട്ട്. അഥവാ വന്നാൽ തന്നെ നമ്മളോടൊരു കനിവ് തോന്നി, ദൈവത്തിന് സർവശക്തിന് കനിവ് തോന്നി നമ്മളെ ഈ ഭൂമിയിലേക്ക് വീണ്ടും ജന്മം തന്നാൽ തന്നെ അനുഭവം
അസുഖങ്ങളായിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ട്, കുട്ടികളുടെ ബുദ്ധിമുട്ടുകളായിട്ട്, അതായത് വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങള്, ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും ബൂമറാങ് പോലെയാണ്. അതായത് നമ്മളൊരു ബൂമറാങ് വിടുന്ന സമയത്ത് നമ്മുടെ എനർജി മാത്രം എടുത്ത്, ആ ദിശയുടെ എനർജി മാത്രം എടുത്തിട്ടാണ് വിടുന്നത്. അതിങ്ങനെ ചുറ്റുമ്പോ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് തിരിച്ച് നമ്മളിലേക്ക് വരുമ്പോൾ എല്ലാ എനർജീസും കണക്ട് ചെയ്യും. അതുപോലെ ഒന്നാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം. അതിലൂടെ ഉണ്ടാകുന്ന സോളിന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. വളരെ കറക്റ്റ് ആണ്. സോ അപ്പോ ഈ പറയുന്ന സാധാരണ ചിന്താഗതികളിൽ നിന്നും കഷ്ടപ്പെട്ട് അടുത്ത തലങ്ങളിലേക്ക് വരുമ്പോൾ, സ്പിരിച്വൽ ജേണിയിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് നമുക്കുണ്ടാവും. ആ ബ്രൈറ്റ്നെസ് ആണ് പിന്നെ ലീഡ് ചെയ്യുന്നത്. ആ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, സോളിന്റെ പർപ്പസ് വളരെ കൃത്യമായിട്ട് അപ്പം മനസ്സിലാക്കാൻ പറ്റും. ആസ് എ ചാനലായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഒരാൾക്കും പെയിൻ കൊടുക്കാതെ ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന ഒരു മാനസിക സന്തോഷം താങ്കളുടെ ഫേസിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ബാക്കിയുള്ളവരെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തന്നെ കഴിയുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയാം. ഒരാൾ നമ്മൾ വന്ന് കാണുന്ന സമയത്ത് നമ്മളെ കണ്ടിട്ട്, ഇപ്പോൾ മേഡത്തിന്റെ അടുത്ത് വന്ന ഒരു കൺസൾട്ടന്റ് വന്ന് വേദനകളോട് വന്നിട്ട് മേഡത്തിനെ കാണുന്ന സമയത്ത് മേഡത്തിന്റെ കണ്ണുകളിലും മുഖത്തുമുള്ള ആ ഒരു കാന്തിക ശക്തി അല്ലെങ്കിൽ ഒരു ഐശ്വര്യമാണ് അവരെ എപ്പോഴും സന്തോഷവാന്മാരാക്കുന്നത്. തീർച്ചയായിട്ടും. സെക്കൻഡ് ആണ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസോ ട്രീറ്റ്മെന്റോ ഡയഗ്നോസ്റ്റിക് മെത്തേഡോ, അത് ഓരോ ആൾക്കാരുടെ ഓരോ ടൈമാണ്. പക്ഷെ ആ എന്താണോ കൊടുക്കുന്നത് റിസീവ് ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്നാണ്. ആസ് എ ചാനലായിട്ട് മേഡത്തിലേക്ക് എത്തുന്നു, മേഡം കൊടുക്കുന്നു. അപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ടൂള് മാത്രമെന്ന് ഞാൻ ടൂൾ അൾട്ടിമേറ്റ്ലി ഒരു ചാനൽ ടൂളാണ്, വേറൊന്നുമല്ല. അപ്പൊ സോ ഇവിടെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയത് വളരെ ഭാഗ്യമാണ്. എന്താണ് ഒരു കമ്പാരിസൺ പേഴ്സണൽ ലൈഫിൽ നിന്ന് സ്പിരിച്വൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു ബിഗ്ഗർ അച്ചീവ്മെന്റ് എന്നൊക്കെ തോന്നില്ലേ? സാധാരണ ഒരു വനിത കമ്പയർ ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് അതിന് ഞാൻ യോഗ്യല്ല. കറക്റ്റ്. എനിക്ക് അതിനുള്ള യോഗ്യത ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് ഞാൻ കടന്ന ശേഷം എന്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കപ്പെട്ട ഞാൻ അനുഭവിച്ച അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം, സാറ്റിസ്ഫാക്ഷൻ, അതെനിക്ക് ഇപ്പോഴും അതെനിക്ക് ഡ്രോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതിന്റെ സർവശക്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ബിക്കോസ് ആ ഒരു അപകടം എനിക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഒരു പക്ഷേ എന്റെ സോൾ പർപ്പസ് തിരിച്ചറിയില്ല, ഞാൻ ഇതിലേക്ക് എത്തില്ലായിരുന്നു. സാധാരണ ഒരു ജീവൻ നയിച്ചു പോകുന്നത് അത് പറയുമ്പോ ഞാൻ വളരെ ഇമോഷണൽ ആവും, ഞാൻ എന്റെ കണ്ണു നിറയും. ബിക്കോസ് അത്രയും എന്നെ പിക്ക് ചെയ്തല്ലോ, എന്നെ ചൂസ് ചെയ്തല്ലോ അതിന് വേണ്ടിയിട്ട്. അത് മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മമാണ്. അതെ, സഞ്ചിത കർമ്മയിൽ. അതെ അതെ, ഒരു ആക്സിഡന്റ് രൂപേണ വന്നു മാറി. സോ എന്താണ് ഫ്യൂച്ചർ വിഷൻ? ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വന്നു, ഒരു കമേഴ്ഷ്യൽ പർപ്പസ് അല്ലാതെ നമ്മൾ ചാനലായിട്ട് നിൽക്കുന്ന സമയത്ത് ആക്ടിങ് ആസ് എ ചാനൽ ഫോർ ദ ഡിവൈൻ അല്ലേ? അപ്പോ ഇങ്ങനെ ഡിവൈൻ പർപ്പസിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് ഫ്യൂച്ചർ വിഷൻ? അതായത് ജീവിതം സ്ട്രക്കായി എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാകും പല ആളുകളിലും. അവർക്ക് ധൈര്യമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. വളരെ സന്തോഷം. അപ്പോൾ അതൊരു ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്. അതായത് വേറൊരാൾക്ക് ഞാനൊരു കാരണക്കാരനാകും എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസും നമ്മുടെ ഒരു സ്പിരിച്വൽ എന്താ പറയുക എംപവർമെന്റുമാണ്. അത് പല ആൾക്കാർക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റട്ടെ. അതിലുമുപരി ഈ പറയുന്ന മൈൻഡ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജി പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ എന്താണ് ഒരു വിഷനായിട്ട്, കമേഴ്ഷ്യൽ വിഷനായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ വിഷനായിട്ട് കൊണ്ടു നടക്കുന്നത്? പ്രൊഫഷണൽ വിഷൻ എന്ന് പറയാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ എവിടെയാണോ അവർ സ്ട്രക്കായി പോയത് അവിടെ നിന്ന് അവർ സഞ്ചരിക്കണം, മുന്നോട്ട് സഞ്ചരിക്കണം. അതിനുവേണ്ടി ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. സന്തോഷം. അപ്പോൾ ഓരോ ആൾക്കാരും ഏത് തലത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും 100% ഡിവൈൻ സമർപ്പിച്ച് മാറ്റിക്കൊടുക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക ഒരു സൂപ്പർ ഐക്കോണിക് വുമൺ എംപവർമെന്റ് എന്ന തലത്തിലേക്ക് വളരട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.